ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 സാമ്പത്തിക വർഷത്തിലേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നവർ ആകാംക്ഷയോടെ ബജറ്റിനെ കാത്തിരിക്കുകയായിരുന്നു. പ്രധാന കാരണം നിലവിൽ സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള 5 മാസത്തെ ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് കേരള സർക്കാർ വിതരണം ചെയ്യാത്തതിനാൽ കുടിശ്ശികയാണ്. ഏറ്റവും ഒടുവിലായി ഡിസംബർ മാസത്തിലാണ് ഓഗസ്റ്റിലെ 1600 രൂപ വന്നത്. ജനുവരി മാസത്തിൽ പെൻഷൻ തുക വന്നില്ല. അതിനാൽ ഫെബ്രുവരിയിൽ ലഭിക്കുമോ, അതുപോലെ ലോക്സഭാ ഇലക്ഷൻ ആയതിനാൽ പെൻഷൻ തുക കൂടുമോ എന്നൊക്കെ അറിയുവാനാണ് ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് കാത്തിരിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സാമൂഹിക ക്ഷേമ പെൻഷനുകളിൽ ഇത്തവണയും വർധനവില്ല. ക്ഷേമ പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ബഡ്ജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കിയ ധനമന്ത്രി KN ബാലഗോപാൽ തുക വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിന് കേന്ദ്ര സർക്കാരിന് മേൽ പഴി ചാരിയായിരുന്നു ധനമന്ത്രിയുടെ പ്രസംഗം. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. ജനുവരിയിലെ പെൻഷൻ കൂടി ചേർത്താൽ ഇപ്പോൾ തന്നെ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. 5 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകാൻ 900 കോടി രൂപയാണ് വേണ്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തവണ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന് LDFിൽ നിന്ന് സമ്മർദ്ദം ശക്തമായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവതരിപ്പിക്കുന്ന ബജറ്റ് ആയതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം CPMൽ നിന്ന് ഉയർന്നിരുന്നു. താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് 2 രൂപ നിരക്കിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തിയെങ്കിലും ആകെ 750 കോടി രൂപ മാത്രമാണ് ഇതുവരെ പിരിഞ്ഞു കിട്ടിയത്. ഇതിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ പോലും പണം തികയില്ല. 2021 ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ 100 രൂപ കൂട്ടി 1600 ആക്കിയത്. KN ബാലഗോപാൽ ഇതുവരെ 4 ബജറ്റ് അവതരിപ്പിച്ചു. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്നാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമെങ്കിലും ഇതുവരെ 1 രൂപ പോലും കൂട്ടാനായിട്ടില്ല. സർക്കാരിന് പണമില്ലാത്തതിനാൽ ക്ഷേമ പെൻഷൻ തുക വർധനയ്ക്ക് പകരം അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ പെൻഷൻ വിതരണം കൃത്യമായി നൽകുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ മാസമാകുമ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിലെ കടമെടുപ്പിന് സംസ്ഥാന സർക്കാരിന് തുടക്കമിടുവാൻ കഴിയും. അതിനാൽ ഏപ്രിലിൽ കടമെടുത്ത് 2-3 മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം സംസ്ഥാനത്ത് ഉണ്ടായേക്കും. അതുവരെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പരമാവധി ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണമാകും സംസ്ഥാനത്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ബഡ്ജറ്റിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് നിരാശനീയമായ ഒരു ബഡ്ജറ്റ് ആയിപ്പോയി ഇത്തവണത്തേത്. 4 വർഷമായിട്ടും 100 രൂപ പോലും പെൻഷൻ തുകയിൽ വർധനവില്ല. 5 മാസത്തെ കുടിശ്ശിക വിതരണത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുമില്ല. ഇനി ഫെബ്രുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം എന്നുണ്ടാകുമെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ ലഭ്യമായാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.